നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിനുള്ള സ്ഥാനാർത്ഥിയെ തിരക്കിട്ട് തീരുമാനിക്കേണ്ട എന്ന നിലപാടിൽ സിപിഎം. സ്ഥാനാർത്ഥി നിർണയവുമായി ബന്ധപ്പെട്ട് കോൺഗ്രസിൽ വലിയ തർക്കമുണ്ട്. അത് പരമാവധി മുതലെടുക്കാവുന്ന തന്ത്രങ്ങൾ ഒരുക്കാനാണ് നേതൃത്വത്തിൽ ഇപ്പോഴുള്ള ധാരണ. സ്ഥാനാർത്ഥിയുടെ കാര്യത്തിൽ UDF-ൽ സമവായം ഉണ്ടായിട്ടില്ല എന്ന് മാത്രമല്ല തർക്കവും രൂക്ഷമാണ്. സ്ഥാനാർത്ഥിത്വത്തിനു വേണ്ടി ആര്യാടൻ ഷൗക്കത്തും വി ജോയും തമ്മിലുള്ള മത്സരം പുതിയ അവസരങ്ങൾ തുറക്കുമെന്ന പ്രതീക്ഷയിലാണ് CPM. അൻവറിന്റെ ഇടപെടലുകൾ കാര്യങ്ങൾ കൂടുതൽ വഷളാക്കുമെന്നും CPM വിലയിരുത്തുന്നു. അതുകൊണ്ട് കാത്തിരിക്കാനാണ് CPM തീരുമാനം. അവര് പിന്നെ ആരെയാ കാത്തിരിക്കുന്നത്? അല്ല, ഞാൻ പറഞ്ഞത് UDF ആരെ കാത്തിരിക്കുകയാണ്? പിന്നെ ഞങ്ങൾ ഇലക്ഷൻ പ്രഖ്യാപനം കാത്തിരിക്കുകയാണ്. അതിലെന്തോ സംശയം? പാർട്ടി ചിഹ്നത്തിൽ മാത്രമല്ല സ്വതന്ത്ര സ്ഥാനാർത്ഥിയുടെ സാധ്യതകളും CPM പരിശോധിക്കുന്നുണ്ട്. അടുത്തയാഴ്ച തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചാൽ സ്ഥാനാർത്ഥി നിർണയ ചർച്ചകളിലേക്ക് CPM കടക്കും. അതിനു മുമ്പ് തന്നെ സംഘടനാപരമായ ഒരുക്കങ്ങൾ പൂർത്തിയാക്കും. പാർട്ടി തലത്തിൽ CPM-ഉം CPI-യും മണ്ഡലം കൺവെൻഷനുകളുടെ തീയതിയും തീരുമാനിച്ചിട്ടുണ്ട്. ന്യൂസ് 18 തിരുവനന്തപുരം. വിവരങ്ങളുമായി വി വിനോദ് തിരുവനന്തപുരത്ത് നിന്ന് ചേരുന്നു. വിനോദ്, ഗുഡ് മോർണിംഗ്. എന്തായാലും തന്ത്രപരമായ ഒരു കാത്തിരിപ്പാണ് ഇപ്പോൾ CPM നടത്തുന്നത്. അവിടെ UDF-ൽ അടിച്ചു തീരുകയാണെങ്കിൽ അതൊക്കെ കഴിഞ്ഞിട്ട് ഒരു തീരുമാനമെടുക്കാമെന്ന് പറയുമ്പോൾ ഈ ഇടത് സ്വതന്ത്രൻ ആരായിരിക്കും? ഒരുപക്ഷെ ഒരു സ്വതന്ത്രൻ വരികയാണെങ്കിൽ അതാരാവുമെന്ന ഉദ്വേഗമുണ്ട്. അങ്ങനെ ഒരു തെരഞ്ഞെടുപ്പ് തീയതി പ്രഖ്യാപിക്കും മുൻപ് തന്നെ പരമാവധി കലങ്ങി മറിഞ്ഞിരിക്കുകയാണ് നിലമ്പൂർ. CPM ക്യാമ്പിലെ ആലോചനകൾ എന്തൊക്കെയാണ്? ശ്രീജ, അടുത്ത വർഷം 2026-ൽ അസംബ്ലി തിരഞ്ഞെടുപ്പ് വരികയാണ്. അതിനു മുമ്പുള്ളൊരു സെമി ഫൈനൽ അങ്ങനെ തന്നെയാണ് നിലമ്പൂർ തിരഞ്ഞെടുപ്പിനെ മുന്നണികൾ കാണുന്നത്. മാത്രമല്ല തദ്ദേശ തിരഞ്ഞെടുപ്പ് കൂടി വരുന്നുണ്ട്. വലിയ തോതിൽ ഈ തിരഞ്ഞെടുപ്പ് തദ്ദേശ ഇലക്ഷനെ ബാധിച്ചില്ലെങ്കിലും ഈ വിജയം വളരെ പ്രധാനപ്പെട്ട ഒന്ന് തന്നെയാണ്. കാരണം ഏറ്റവും ഒടുവിൽ വരുന്ന ഒരു തിരഞ്ഞെടുപ്പ് അതിൽ മേൽക്കൈ ഉണ്ടാക്കിയാൽ സ്വാഭാവികമായും തുടർന്നുള്ള തിരഞ്ഞെടുപ്പുകളിൽ ഇതിന്റെ ഒരു മൈലേജ് ഉണ്ടാകും. ഇതിന്റെ നേട്ടം പറഞ്ഞ് വോട്ടർമാരെ സമീപിക്കാൻ കഴിയും. ആ ഒരു വിലയിരുത്തലിലും കണക്കൂട്ടലിലും തന്നെയാണ് മുന്നണികൾ. കോൺഗ്രസിനെ സംബന്ധിച്ച് ആരെ സ്ഥാനാർത്ഥിയാക്കും, അതിൽ PV അൻവറിന്റെ നിലപാട് വളരെ നിർണായകമാണ്. അൻവർ രാജിവെച്ച് ഒഴിഞ്ഞ മണ്ഡലമാണ്. അൻവറിന് വലിയ സ്വാധീനമുള്ള മണ്ഡലമാണ്. അൻവറാകട്ടെ VS ജോയിക്ക് വേണ്ടിയാണ് വലിയ സമ്മർദ്ദം ചെലുത്തുന്നത്. DCC പ്രസിഡന്റാണ്. ജോയിയെ സ്ഥാനാർത്ഥിയാക്കണമെന്ന് തുടക്കത്തിൽ തന്നെ പറഞ്ഞു. പ്രതിപക്ഷ നേതാവ് അടക്കമുള്ളവർ ആദ്യം ഇതിനോട് പ്രതികരിച്ചത് ഞങ്ങളുടെ സ്ഥാനാർത്ഥിയെ തീരുമാനിക്കാനുള്ള അവകാശമെങ്കിലും ഞങ്ങൾക്ക് തരണം എന്ന നിലയ്ക്കാണ്. പക്ഷേ ഇപ്പോൾ കോൺഗ്രസിന് അൻവറിനെ തള്ളിക്കളഞ്ഞ് മുന്നോട്ട് പോവുക എളുപ്പമുള്ള കാര്യമല്ല. ആര്യാടൻ ഷൗക്കത്ത് നേരത്തെ തന്നെ ഈ മണ്ഡലത്തിൽ സജീവമായി പ്രവർത്തിക്കുകയായിരുന്നു. താഴെത്തട്ടിൽ പ്രവർത്തനം വിപുലീകരിച്ചിട്ടുണ്ട്. അദ്ദേഹം ഈ സ്ഥാനാർത്ഥിത്വം മുന്നിൽ കണ്ട് തന്നെയാണ്, അടുത്ത അസംബ്ലി തിരഞ്ഞെടുപ്പിലെ സ്ഥാനാർത്ഥിത്വം മുന്നിൽ കണ്ടാണ് ഈ തരത്തിൽ പ്രവർത്തനവുമായി മുന്നോട്ട് പോയത്. നേരത്തെ തന്നെ നേതൃത്വവുമായി ആശയവിനിമയം ഇക്കാര്യത്തിൽ ഉണ്ടാവുകയും ചെയ്തിരുന്നു. പക്ഷേ ഈ അൻവറിന്റെ രാജിയും അൻവർ സ്വീകരിക്കുന്ന നിലപാടും ഇതെല്ലാം തന്നെ പൊടുന്നനെ UDF-ലെ കാര്യങ്ങളെ മാറ്റിമറിക്കുകയാണ്. മാത്രമല്ല ഇവരെ രണ്ടുപേരെയും ഒഴിവാക്കി മറ്റൊരു സ്ഥാനാർത്ഥിയിലേക്ക് കോൺഗ്രസ് പോകുമോ എന്ന ഒരു ചോദ്യം കൂടി അവശേഷിക്കുന്നുണ്ട്. പക്ഷേ VS ജോയിക്ക് വേണ്ടി മുസ്ലിം ലീഗും നിശബ്ദമായ പിന്തുണ നൽകുന്നു എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. കാരണം ഷൗക്കത്തുമായി ലീഗ് അത്ര സുഖത്തിലല്ല. അൻവറിനെ വീട്ടിലെത്തി ഷൗക്കത്ത് നേരത്തെ കണ്ടിരുന്നു. പക്ഷെ അപ്പോഴും അൻവറിന്റെ മനസ്സ് മാറുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നില്ല. അൻവറിനെ സംബന്ധിച്ചിടത്തോളം അടുത്ത തിരഞ്ഞെടുപ്പിൽ നിലമ്പൂർ മത്സരിക്കണമെങ്കിൽ ജോയി മാറിക്കൊടുക്കാം, ഇപ്പോൾ ജയിച്ചാലും അടുത്ത തിരഞ്ഞെടുപ്പിന് മാറിക്കൊടുക്കാം എന്നൊരു ധാരണ ജോയിയുമായി ഉണ്ടാക്കിയെന്ന വിവരങ്ങൾ പുറത്തു വരുന്നുണ്ട്. മാത്രമല്ല ഇപ്പോൾ അൻവർ തൃണമൂൽ കോൺഗ്രസിന്റെ ഭാഗമാണ്. തൃണമൂൽ കോൺഗ്രസിന് UDF-ലേക്ക് ഒരു പ്രവേശനം ലഭിക്കണമെങ്കിൽ ഇപ്പോൾ ഇങ്ങനെ ഒരു നീക്കം നടത്തേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ പല കാര്യങ്ങൾ കണക്കുകൂട്ടിയാണ് അൻവറിന്റെ നീക്കങ്ങൾ. LDF-ഉം വളരെ കരുതലോടുകൂടി തന്നെയാണ് പോകുന്നത്. സ്ഥാനാർത്ഥിത്വവുമായി അവിടുത്തെ സീറ്റുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകൾ, അല്ലെങ്കിൽ CPI-യുടെ പോഷക സംഘടനകൾ, ആ നേതാക്കൾ ഉൾപ്പെടെയുള്ളവർ ചില അഭിപ്രായങ്ങൾ പറഞ്ഞെങ്കിലും CPM വളരെ കരുതലോടെയാണ് കാര്യങ്ങളെ സമീപിക്കുന്നത്. കാരണം ഷൗക്കത്തിന്റെ തീരുമാനം വളരെ നിർണായകമാണ്. അവിടെ ഒരു സ്വതന്ത്ര സ്ഥാനാർത്ഥി എന്ന നിലയ്ക്കൊക്കെ CPM ആലോചിക്കുന്നുണ്ട്. ഒരുപക്ഷെ ഷൗക്കത്ത് പിണങ്ങി മാറിയാൽ അതിന്റെ ഒരു സാധ്യത കൂടി CPM പരിശോധിക്കുന്നുണ്ട്. LDF പിന്നീട് ആ നിലയിലേക്ക് വരുന്ന സാഹചര്യം ഉണ്ടാകും. അവിടെ ഒരു വിജയം എന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. മാത്രമല്ല ഒരു നല്ല മത്സരം കാഴ്ചവെക്കുക എന്ന ഒരു ചിന്ത കൂടിയുണ്ട്. അങ്ങനെ വിട്ടുകളയാൻ പറ്റുന്ന ഒരു സീറ്റല്ല LDF-നെ സംബന്ധിച്ച്. മാത്രമല്ല മുഖ്യമന്ത്രിയുമായി കൊമ്പ് കോർത്താണ് അൻവർ പുറത്തേക്ക് പോകുന്നത്. അവിടെ CPM-ന്റെ ഒരു അഭിമാന പ്രശ്നം കൂടിയുണ്ട്. നല്ല മത്സരത്തിലേക്ക് കാര്യങ്ങളെ കൊണ്ടുപോവുക എന്ന ഒരു നോട്ടവും ചിന്തയും CPM-നുണ്ടാകും. പ്രത്യേകിച്ച് ആ ഒരു പാതയിലേക്ക് LDF വരുന്ന സാഹചര്യവും ഉണ്ടാകും. അവസാന ലാപ്പാണ്. അവിടെ
ജയിക്കുക എന്ന വളരെ പ്രധാനപ്പെട്ട കാര്യം, അല്ലെങ്കിൽ വലിയ ഡാമേജ് ഇല്ലാതെ വോട്ട് വിഹിതം വർദ്ധിപ്പിച്ചുകൊണ്ട് ഒരു പോരാട്ടം കാഴ്ചവെക്കുക, ഇതൊക്കെ തന്നെയാണ് ഇടത് കേന്ദ്രം ചിന്തിക്കുന്നത്. ഏതായിരുന്നാലും അവരുടെ സ്ഥാനാർത്ഥിത്വവുമായി ബന്ധപ്പെട്ട ചർച്ചകൾ പ്രാഥമിക ചർച്ചകളാണ്. പക്ഷേ ഇതുവരെ അങ്ങനെ ഏതെങ്കിലും ഒരു തരത്തിൽ ഒരു സ്ഥാനാർത്ഥിയിലേക്ക് LDF എത്തിയിട്ടില്ല. പക്ഷേ ഷൗക്കത്ത് എടുക്കുന്ന നിലപാട് വളരെ നിർണായകമാവുകയും ചെയ്യും. ശ്രീജ. ശരി, വി വിനോദാണ് വിവരങ്ങൾ നൽകിയത്. സ്ഥാനാർത്ഥി നിർണയം അത്ര തിരക്കിട്ട് വേണ്ട, പതുക്കെ മതി എന്ന നിലപാടിലാണ് CPM ഉള്ളത് നിലമ്പൂരിൽ. എന്താണ് UDF ക്യാമ്പിൽ സംഭവിക്കുന്നത് എന്ന് കാത്തിരുന്ന് കാണാം എന്നൊരു നിലപാടാണ് ഇപ്പോൾ തൽക്കാലം അവർ എടുക്കുന്നത്.